ഒട്ടനവധി ആളുകൾ സ്ഥിരം പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് സൈനസൈറ്റിസ് അഥവാ തലനീരിറക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് സൈനസൈറ്റിസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാവർക്കും അറിയാം, സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ ബോൺസിന് ഇടയ്ക്കാണ്, സ്കള്ളിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള മുഖത്തെ ബോണുകൾക്കിടയിൽ കാണപ്പെടുന്ന എയർ ക്യാവിറ്റീസ് ആണ് അല്ലെ. അപ്പോൾ ഇത് പലപ്പോഴും നമ്മുടെ കണ്ണിന് താഴെ, കണ്ണിന് മുകളില്, നെറ്റിയില്, പിന്നെ കണ്ണും നമ്മുടെ മൂക്കും കൂടെ ചേരുന്ന ഒരു ഭാഗത്തൊക്കെയാണ് ഒരു സൈനസ് ഉള്ളത്. അപ്പൊ ഈ സൈനസിൽ നിന്നും ഒരു ഡിസ്ചാർജ് ഫോം ചെയ്യും, കഫം പോലെയുള്ള ഒരു ഡിസ്ചാർജ് ഫോം ചെയ്യും. ഇത് സൈനസിന്റെ ഓപ്പണിങ്സിൽ കൂടി മൂക്കിലേക്കാണ് എത്തിച്ചേരുന്നത്. എന്നിട്ട് മൂക്ക് വഴി അത് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഓപ്പണിങ്സ്, സൈനസിന്റെ ഓപ്പണിങ്സിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പാത്വേയിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തില് സൈനസിൽ നിന്നും അവിടെ ഉണ്ടാകുന്ന മ്യൂക്കസിന് മൂക്കിലെത്താൻ കഴിയാതെ വരും. അതിന് ഫലമായിട്ട് ഈ ഒരു മ്യൂക്കസ് സൈനസ് ക്യാവിറ്റിയിൽ തന്നെ കെട്ടിക്കിടക്കുകയും അതിന് ഇൻഫെക്ഷൻ സംഭവിച്ച് സൈനസൈറ്റിസിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ സൈനസൈറ്റിസ് ഉണ്ടാവുന്നത്? ബേസിക്കലി ഇത്തരത്തില് സൈനസിന്റെ ഓപ്പണിങ്സിന് വരുന്ന ബ്ലോക്കേജ് കൊണ്ടാണ്. അത് പലപ്പോഴും നമ്മളുടെ മൂക്കിന്റെ പാളത്തിന് വരുന്ന വളവ് കൊണ്ടാകാം, അല്ലെങ്കിൽ മൂക്കിൽ ദശ വളരുന്നത് കൊണ്ടാകാം, അഡനോയിഡ്സ് കൊണ്ടാകാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കോൾഡ്, ജലദോഷം വരുന്ന ഒരാളിൽ ഇത്തരത്തില് സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സ്മോക്കിംഗ് പോലെയുള്ള ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സൈനസൈറ്റിസ് വരാൻ. അന്തരീക്ഷ മലിനീകരണം, പ്രത്യേകിച്ച് വായു മലിനീകരണം സൈനസൈറ്റിസിന് ഒരു കാരണമാണ്. പിന്നെ നമ്മളുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ, പ്രതിരോധ ശേഷി കുറവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൈനസൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം. പിന്നെ പലപ്പോഴും നമ്മളുടെ ഒരു ഹൈജീനിക് അല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ അതിലൊക്കെ മുങ്ങിക്കുളിക്കുക വഴി മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ മൂക്ക് വഴി സൈനസിൽ എത്തുന്നത് കൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ ഇൻഫെക്ഷൻ സംഭവിക്കാനും സൈനസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് തലവേദനയാണ്. തലവേദന എന്ന് പറയുമ്പോൾ ഫോർഹെഡിൽ വേദന വരാം, അതുപോലെ തന്നെ മുഖത്ത് ഈ ഒരു സൈനസ് ക്യാവിറ്റി ഉള്ള ഭാഗത്തൊക്കെ ഈ ഒരു വേദന അനുഭവപ്പെടാം. ഏത് സൈനസ് ആണ് അഫക്റ്റഡ് എന്നനുസരിച്ച് അതിനനുസരിച്ച് വേദന വരാം. മുഖത്ത് ഈ കവിളിന്റെ ഈ ഒരു ഭാഗത്ത് വരാം, അല്ലെങ്കിൽ കണ്ണിന്റെ മുകളിൽ വരാം, കണ്ണിന് ചുറ്റുമായിട്ട് വരാം, ഫോർഹെഡിൽ വരാം. അങ്ങനെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വേദന പ്രസന്റ് ചെയ്യാം. വേദനയിൽ കൂടുതലായിട്ട് അതൊരു ഹെവിനെസ് ആയിട്ടായിരിക്കും, ഒരു ഭാരം പോലെയായിട്ടായിരിക്കും അനുഭവപ്പെടുക. പിന്നെ തൊടുമ്പോഴൊക്കെ ഈ ഒരു ടെൻഡർനെസ് പലപ്പോഴും പേഷ്യന്റ് പറയാം. ഈ ഒരു വേദന ഒരു നമ്മൾ തല അനക്കുമ്പോൾ അല്ലെങ്കിൽ കുനിയുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു വേദന കൂടുന്നത്. അത് മാത്രമല്ല, വെയിൽ ഉദിക്കുന്നതിനനുസരിച്ച് ഈ വേദനയിൽ കുറവ് വരുന്നതായിട്ട് പേഷ്യന്റ് പറയാറുണ്ട്. ഇതോടൊപ്പം പേഷ്യന്റിന് മൂക്കൊലിപ്പ്, മൂക്കടപ്പ് പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം, തൊണ്ടവേദന വരാം, ചുമ ഉണ്ടാവാം, ഫീവറിന്റെ പോലെയുള്ള പനിയുടെയും കുളിരിന്റെയും വിറയലിന്റെയും ഒക്കെ പോലെയുള്ള ലക്ഷണങ്ങൾ വളരെ മൈൽഡ് ആയിട്ട് ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. മൂക്കിൽ നിന്നും പലപ്പോഴും നല്ല കട്ടി മഞ്ഞ കളറിലുള്ള കഫം അല്ലെങ്കിൽ പച്ച കളറിലുള്ള കഫമായിരിക്കും ഒലിച്ചു വരുന്നത്. മൂക്കടപ്പ് ഉണ്ടാകാം, മൂക്കിൽ നിന്ന് ദുർഗന്ധം വമിക്കാം, അല്ലെങ്കിൽ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവാം. ചില ആളുകളിൽ ഈ ഒരു മൂക്കിൽ നിന്നും വരുന്ന കഫത്തോട് ഒപ്പം രക്തം കലർന്ന ഒരു കഫമായിരിക്കും ചില ആളുകളിൽ പ്രസന്റ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ ചില ക്ലിനിക്കിൽ വരുന്ന ചില തലവേദന കേസുകൾ പലപ്പോഴും സൈനസൈറ്റിസ് ആണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് കേസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് സൈനസൈറ്റിസ് അല്ല, മൈഗ്രെയിനിന്റെ കംപ്ലൈന്റ് ആണ് അവർക്ക് ഉള്ളതെന്ന്. നമുക്ക് എങ്ങനെ ഈ ഒരു സൈനസൈറ്റിസ് മൈഗ്രെയിനിൽ നിന്നും തിരിച്ചറിയാം എന്ന് നോക്കാം. മൈഗ്രെയിനിന്റെ വേദന പലപ്പോഴും തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ടായിരിക്കും അനുഭവപ്പെടുക. ചില കേസിൽ മാത്രമാണ് തല മുഴുവനായിട്ട് ഈ ഒരു വേദന പറയുന്നത്, ഫോർഹെഡ് മുഴുവനായിട്ട് പറയുന്നത്. പിന്നെ അതൊരു തരത്തിൽ പൾസേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും, അതായത് മിടിക്കുന്നത് പോലത്തെ ഒരു വേദനയായിരിക്കും പലപ്പോഴും പ്രസന്റ് ആകാറ്. പിന്നെ അതോടൊപ്പം പേഷ്യന്റിന് ഈ ഒരു വെയിൽ ഉദിക്കുന്നതിനനുസരിച്ച് ഈ ഒരു വേദന കണ്ടമാനം കൂടി 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 വരാറുണ്ട്. സൺസെറ്റോട് കൂടി മാത്രമേ ഈ ഒരു വേദനയിൽ എന്തെങ്കിലും ഒരു ശമനം അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിക്കാറുള്ളൂ. പിന്നെ പലപ്പോഴും എന്തെങ്കിലും ഒരു റുട്ടീൻ ചേഞ്ചിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ മൈഗ്രെയിനിന്റെ വേദന വരുന്നത്. അതായത് നമ്മൾ ഉറക്കം കറക്റ്റ് ആയില്ല, അല്ലെങ്കിൽ ഡെയിലി ചായ കുടിച്ചുകൊണ്ടിരുന്ന ഒരാള് ഒരു ദിവസം ചായ കുടിക്കാതിരുന്നു, അല്ലെങ്കിൽ ഡെയിലി കറക്റ്റ് സമയത്ത് ടോയ്ലറ്റിൽ പോകുന്നത് ഒരു ദിവസം തെറ്റി, അങ്ങനെയൊക്കെയുള്ള കേസുകൾ, അങ്ങനെ റുട്ടീനിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ
ആയിരിക്കും ഒരു തലവേദന പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നത്. അത് നമ്മളൊന്ന് നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വേദന കുറയുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ ഇത് പലപ്പോഴും ഈ ഒരു വേദന വരുന്ന സമയത്ത് പേഷ്യന്റിന് ഒരു ഓറ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതായത് എന്താണ്, ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്നെസ് ഒക്കെ അനുഭവപ്പെടും. പേഷ്യന്റിന് എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു വേദനയുടെ കൂടെ പ്രസന്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല മൈഗ്രെയിനിന്റെ പെയിൻ വരുമ്പോൾ പേഷ്യന്റിന് എക്സ്റ്റേണൽ ഇംപ്രഷൻസ് ഒന്നും പറ്റില്ല. അതായത് പുറത്തു നിന്നുള്ള ഒരു സൗണ്ട് കേൾക്കാൻ പറ്റില്ല, ഒരു വെളിച്ചം കാണാൻ പറ്റില്ല. അപ്പോഴൊക്കെ ഇവരുടെ വേദന കൂടുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഈ ഒരു വേദന കൂടുന്ന സമയത്ത് ഇവര് ഒരു മുറി അടച്ച് അവിടെ ലൈറ്റും ഫാനും സൗണ്ടും ഒന്നുമില്ലാതെ അതിനകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇതെല്ലാമാണ് മൈഗ്രെയിൻ തലവേദനയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. എന്നാൽ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജലദോഷത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അതിന്റെ കൂടുതൽ കാണും. മൂക്കൊലിപ്പ്, മൂക്കടപ്പ് പോലെയുള്ള സിംറ്റംസ് കാണും. അതുപോലെ തന്നെ പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, അതായത് തൊണ്ടയിലേക്ക് എന്താണ് കഫം ഇറങ്ങി വരുന്നത്, മൂക്കിൽ നിന്ന് തൊണ്ടയിലേക്ക് കഫം ഒലിച്ചിറങ്ങി വരുന്നത് പോലത്തെ ഒരു ലക്ഷണം കാണാം. പിന്നെ പലപ്പോഴും ഫീവർ ഒക്കെ അതിന്റെ കൂട്ടത്തിൽ കാണാം. അതുപോലെ വെയിൽ ഉദിക്കുന്നതിനനുസരിച്ച് ഈ ഒരു ലക്ഷണം കുറയുന്നതായിട്ടും ഒക്കെ ഈ ഒരു സൈനസൈറ്റിസിൽ കണ്ടുവരാറുണ്ട്. എങ്ങനെയാണ് സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രതിവിധി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. സൈനസൈറ്റിസ് ഇതിന്റെ പൂർണ്ണ മുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ എക്സാക്ട് കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഹോമിയോപ്പതിയിൽ സൈനസൈറ്റിസ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വേദന അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടില് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഡെയിലി ആവി പിടിക്കുക. സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ടുള്ളവർ ഡെയിലി ഉപ്പിട്ട വെള്ളത്തിൽ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക. തുളസിയില അല്ലെങ്കിൽ എന്താണ് പനിക്കൂർക്കയുടെ ഇല, ഗ്രാമ്പു, ഇതെല്ലാം നമുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് ആവി പിടിക്കാം. ഡെയിലി ഒരു തവണയെങ്കിലും ഇതുപോലെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സ്മോക്കിങ് അങ്ങനത്തെ ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിവതും നമ്മളുടെ എന്താണ് ശീലത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഉള്ളവര് കഴിവതും തല നിറച്ച് എണ്ണ തേച്ച് കുളിക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കുക. ഡെയിലി തല നനച്ചില്ല, 1-2 ദിവസം കൂടുമ്പോൾ മാത്രം തല നനയ്ക്കുന്ന ആ ഒരു ശീലം കൊണ്ടുവരിക. പിന്നെ നമ്മളുടെ എന്താണ് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സൈനസിന്റെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനായിട്ട്, അല്ലെങ്കിൽ അതൊന്നും അഗ്രസീവ് ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബോഡിയെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം പ്രധാനമായിട്ടും വൈറ്റമിൻ സി എന്താണ് ധാരാളമുള്ള നാരങ്ങ, ഓറഞ്ച്, സിട്രസ്, മുസമ്പി, ആപ്പിള്, നെല്ലിക്ക, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ചെറു മത്സ്യങ്ങള്, പിന്നെ ഡ്രൈ നട്ട്സുകളൊക്കെ നമ്മളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന്റെ ഒരു പൂർണ്ണമുക്തി ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സൈനസൈറ്റിസ് വരുന്നത് എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.